ഇവൻ ജീവിച്ചിരിക്കുന്ന ഓരോ സെക്കൻഡിനും ഒരു കമ്പനി 10 ലക്ഷം രൂപ വെച്ച് കൊടുക്കും. എന്നാൽ ഇവന്റെ ടാസ്ക് എന്തെന്ന് വെച്ചാൽ ഒരു ദിവസം മുഴുവനും ജീവനോടെ ഇരിക്കുക എന്നതാണ്. ഇവനെ കൊല്ലാനായി ആ കമ്പനി ഒരുപാട് പേരെ നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ കയ്യിൽ പെടാതെ ഒരു ദിവസം മുഴുവനായി ജീവിച്ചിരിക്കുക എന്നതാണ് ഇവന്റെ ടാസ്ക്. അങ്ങനെ അവൻ അവരുടെ കണ്ണ് വെട്ടിച്ച് ഒരു ബസ്സിനുള്ളിൽ കയറി രക്ഷപ്പെടും. എന്നാൽ അപ്പോഴേക്കും ആ ബസ്സിനകത്തേക്ക് ഒരു നീണ്ട മുടിയുള്ള ഒരുത്തൻ കയറി വരും. അവനെ കാണുമ്പോൾ തന്നെ ഇവന് മനസ്സിലാകും അവൻ തന്നെ കൊല്ലാനായി വന്നതാണ് എന്ന്. എന്നാൽ ആ നീണ്ട മുടിക്കാരൻ നമ്മുടെ ജാക്കിന്റെ അടുത്തേക്ക് വന്ന് ചോദിക്കും, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന്. എന്നിട്ട് അവൻ ജാക്കിന്റെ അടുത്തിരിക്കും. ജാക്കിന് അപ്പോൾ തന്നെ മനസ്സിലാവും ഇവൻ തന്നെ കൊല്ലാനായി വന്നതാണ് എന്ന്. എന്നിട്ട് അവൻ തന്റെ കയ്യിലിരുന്ന പെട്ടിയിൽ നിന്ന് തോക്കെടുക്കാനായി വരുമ്പോഴേക്കും ജാക്ക് ആ ബസ്സിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടും. എന്നാൽ ജാക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയത് നേരെ അടുത്തുള്ളൊരു മാളിലേക്കാണ്. ആ മാൾ നിറയെ ആളുകളായിരുന്നു. അവിടെ ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആരും തന്നെ അവിടെ വെച്ച് പബ്ലിക്കായി കൊല്ലില്ല എന്ന് അവൻ അറിയാമായിരുന്നു. എന്നാൽ അങ്ങനെ അവൻ മാളിനുള്ളിലേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. ജാക്ക് ഇപ്പോൾ മത്സരം തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ള പൈസയായി കോടിക്കണക്കിന് രൂപ അവന്റെ അക്കൗണ്ടിലേക്ക് അയക്കും. എന്നിട്ട് അവനുള്ള ലൊക്കേഷനും അവർ അയക്കും. ഇനി താൻ ഇവിടെ നിന്നാൽ തനിക്ക് പണി കിട്ടുമെന്ന് അറിയാവുന്ന ജാക്ക് അടുത്തുള്ള എസ്കലേറ്ററിലേക്ക് ഓടിക്കയറും. എന്നാൽ ഇതേ സമയം നല്ല ഷാർപ്പ് ലുക്കുള്ള ഒരുത്തൻ ജാക്കിന്റെ എസ്കലേറ്ററിലേക്ക് കയറും. ജാക്കിന് അവനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവൻ തന്നെ അറ്റാക്ക് ചെയ്യാനായി വന്നതാണെന്ന്. ജാക്ക് അവനെ അറ്റാക്ക് ചെയ്യാനായി അലർട്ടായി നിൽക്കും. എന്നാൽ അവന്റെ ഫ്ലോർ എത്തുമ്പോൾ അവൻ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിപ്പോകും. ജാക്കിന് അപ്പോഴാണ് ഒന്ന് ആശ്വാസമാകുന്നത്. ജാക്ക് കരുതും താൻ അവനെ തെറ്റിദ്ധരിച്ചതാണെന്ന്. ജാക്ക് അങ്ങനെ ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ചെല്ലുമ്പോഴാണ് താൻ കണ്ട അവൻ തന്റെ പിന്നാലെ തന്നെ ഉണ്ട് എന്ന് ജാക്കിന് മനസ്സിലാകുന്നത്. തന്നെ കൊല്ലാനാണ് അവൻ വന്നതെന്ന് മനസ്സിലാക്കിയ ജാക്ക് ഇനി ഇവിടെ നിൽക്കുകയാണെങ്കിൽ തനിക്ക് പണി കിട്ടുമെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ഓടി വാഷ്റൂമിനുള്ളിലേക്ക് കയറും. വാഷ്റൂമിനുള്ളിൽ കയറിയ ജാക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ടോയ്ലറ്റിന്റെ ഉള്ളിൽ കയറി വാതിലടച്ച് അനങ്ങാതെ ഇരിക്കും. എന്നാൽ ഇതേ സമയം ആ കില്ലറും അങ്ങോട്ടേക്ക് എത്തും. അവൻ അവിടെയെല്ലാം ജാക്കിനെ നോക്കും. എന്നാൽ ജാക്കിനെ കാണാത്തത് കൊണ്ട് തന്നെ തന്റെ കയ്യിലുള്ള തോക്കും മറ്റ് ആയുധങ്ങളും എടുത്ത് അവൻ സെറ്റ് ചെയ്യും. എന്നാൽ അപ്പോഴേക്കും ആ ബാത്റൂമിനുള്ളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും. ഇത് കേൾക്കുമ്പോൾ തന്നെ ആ കില്ലറിന് മനസ്സിലാകും ജാക്ക് അവിടെ ഒളിച്ചിരിപ്പുണ്ട് എന്ന്. ആ കില്ലർ ഉടനെ തന്നെ ആ ജാക്ക് ഉണ്ടായിരുന്ന വാതിൽ ചവിട്ടി തുറന്ന് അവനെ കൊല്ലാനായി ഒരുങ്ങും. എന്നാൽ നമ്മുടെ ജാക്ക് ആകട്ടെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പേന വെച്ച് അവനെ കുത്തിക്കൊല്ലും.